കൃപാസന മാതാവിനും യേശോപ്പയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് വിപിൻ ജോസഫ്. ഞാൻ എറണാകുളം വരാപ്പുഴ ക്രൈസ്റ്റ് കിങ് ചർച്ച് ഇടവകയിൽ നിന്ന് വരും. ജൂൺ മാസം 19-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് കുവൈറ്റ് റിഗിൽ ഒരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കലിന് പോയി ഫസ്റ്റ് ടൈം ഞാൻ പാസ്സായില്ല. സാധാരണ മെഡിക്കല് പാസ്സായില്ലെങ്കിൽ അവർ അൺഫിറ്റാക്കിയാണ് തരുന്നത്. ഭാഗത്തിന് അവർ അൺഫിറ്റാക്കി തന്നില്ല. അപ്പോൾ ഡോക്ടർ ഒരു ചാൻസും കൂടി തന്നു. ഞാൻ മാധവനോട് മനമുരുകി പ്രാർത്ഥിച്ച് വിപാസന ഉപ്പും തൈലും കൂടി പുരട്ടി വീണ്ടും രണ്ടാമത് മെഡിക്കലിന് പോയി. അങ്ങനെ മെഡിക്കൽ പാസ്സായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 26-ാം തീയതി ഞാൻ റിഗിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോലി എനിക്ക് ലഭിച്ചു. രണ്ടാമത് നിയോഗം എന്ന് പറയുന്നത് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി മാധവനോട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിൽ പോയപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. യൂട്രസിൽ നിന്ന് കുഞ്ഞ് 70% വിട്ടു നിൽക്കുന്നതായി കണ്ടു. അബോർഷന് സാധ്യത കൂടുതലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ദിവസവും ഉപ്പ് കഴിക്കുകയും വയറ്റത്ത് എണ്ണ പുരട്ടുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത് സ്കാനിങ്ങിന് പോയപ്പോൾ നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വർഷം മെയ് 31-ാം തീയതി ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്നു. മൂന്നാമത്തെ നിയോഗം എൻ്റെ കസിൻ സിസ്റ്ററിന് ക്യാൻസറായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് നിയോഗം വർദ്ധിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കസിൻ സിസ്റ്ററിൻ്റെ ക്യാൻസർ മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ ഒരാളെ ജോലിക്ക് കയറാൻ സഹായിച്ചു. അയാൾ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ റിഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടും എൻ്റെ പിള്ളേരെ ഞാൻ പുതിയ കമ്പനിയുടെ മെയിൽ ഐ ഡികളെല്ലാം കൊടുത്ത് അങ്ങനെ സഹായിക്കും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രവിതരണമാണ്. ഞാൻ 2 മാസം കൂടുമ്പോഴാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് ചേരാനല്ലൂർ ചിറ്റൂർ ഭാഗങ്ങളിലൊക്കെയാണ് ഞാൻ പത്രവിതരണം ചെയ്യുന്നത്. പിന്നെ കൃപാസന തൈലവും ഉപ്പും എന്ന് പറയുന്നത് ഞാൻ റിഗിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഓയിൽ ബേസ് മഡ് എന്ന് പറയുന്നതുണ്ട്. അതെൻ്റെ കാൽപാദത്തിൽ വീണായിരുന്നു. ഈ ഓയിൽ ബേസ് മഡ് വീണ് കഴിഞ്ഞാൽ സാധാരണ ഭയങ്കര ചൊറിച്ചിലാണ് വരുന്നത്. ഞാൻ 2 ദിവസം ഉപ്പ് എടുത്ത് പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി. ആ 2 ദിവസം കൊണ്ട് എൻ്റെ ചൊറിച്ചിലാണ് ഫുള്ളും വിട്ടുമാറി. സാധാരണ ഈ ചൊറിച്ചിൽ മാറാത്തതാണ്. സ്നേഹം നിറഞ്ഞവരെ, വിപിൻ ജോസഫ് എന്ന സഹോദരനും കുടുംബവും നമ്മളോട് ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുകയാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതിയും ദൈവം കാണിച്ച കാരുണ്യത്തെ പ്രതിയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നതാണ്. ഈ കുടുംബവും അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു കുടുംബം പൂർണ്ണമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവത്തിൽ ആഴപ്പെടുവാനായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതികളനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ജീവിത നിയോഗങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നതായും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ത്രിയേക ദൈവ സന്നിധിയിൽ അവർക്ക് ലഭിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. അസാധ്യമാണെന്ന് മനുഷ്യർ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഉടമ്പടിയിൽ പരിഹാരമുണ്ടെന്നും ഉടമ്പടി ജീവിതം ഒരു വ്യക്തിയെ ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് അവനെ ഒരുക്കുന്നുവെന്നും നമുക്ക് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നും ഉടമ്പടി എടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച എല്ലാവിധ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.